തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബജറ്റ് അവതരണത്തിനിടെ ബി.ജെ.പിയുടെ പ്രതിഷേധം. ബജറ്റ് ആമുഖത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ചു. എ.വി. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു വിവരങ്ങളുമായി. ജയശങ്കർ, എന്തൊക്കെ പറഞ്ഞാണ് ബി.ജെ.പിയുടെ പ്രതിഷേധം? അതായത് തിരുവനന്തപുരം നഗരസഭയിലെ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ടാണ് കൗൺസിൽ ഹാളിൽ ബി.ജെ.പി അംഗങ്ങൾ പ്രതിഷേധിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രൂക്ഷമായ വിമർശനങ്ങളാണ് ഈ ഒരു ബജറ്റിൽ ആര്യ രാജേന്ദ്രൻ വായിച്ചത്. പ്രസിദ്ധപ്പെടുത്തിയ ബജറ്റിലുള്ള കാര്യങ്ങളാണ് അവർ വായിച്ചത്. ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെയും സമീപനങ്ങളെയും വലിയ രീതിയിൽ കുറ്റപ്പെടുത്തുകയും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളെ ഉയർത്തിക്കാട്ടുന്ന തരത്തിലുമുള്ള ഒരു ഇതാണ് മേയർ വായിച്ചത്. ഇതിനെതിരെയാണ് ബി.ജെ.പി അംഗങ്ങൾ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തിയത്. ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്നാണ് ബി.ജെ.പിയുടെ നിലപാട്. ബജറ്റ് അവതരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഈ ബി.ജെ.പി അംഗങ്ങൾ സഭയിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആദ്യം അവർ പ്രതിഷേധിച്ച് പുറത്തേക്കിറങ്ങിയെങ്കിലും പിന്നീട് തിരിച്ച് കൗൺസിൽ ഹാളിൽ കയറിയ അംഗങ്ങൾ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും മേയറുടെ ഡയസിന് തൊട്ടടുത്ത് നിന്ന് ഇവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഈ ബജറ്റ് അവതരണത്തെ തടസ്സപ്പെടുത്താൻ ഇവർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. പക്ഷേ തങ്ങളുടെ പ്രതിഷേധം അവർ കൃത്യമായി അവതരിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങൾ ബജറ്റിൽ വായിച്ചതിനെതിരെയാണ് ഇവിടെ ബി.ജെ.പിയുടെ പ്രതിഷേധം തുടരുകയാണ്. വേണു. എ.വി. ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.